ഒരു മിനിറ്റ്. നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണത്. കാരണം നിങ്ങളുടെ ഭാവിനെ തന്നെ ഡിറ്റർമിൻ ചെയ്യാനുള്ള പല കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, ശരിയായിട്ടും ഉണ്ട്. അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അതായത് ഞാൻ ഒരുപാട് കാലമായി ഇതിനകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കാം. അങ്ങനെ ഫൈനലി എനിക്കൊരു കോൺഫിഡൻസ് ആയി. എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടി. അപ്പം മെയിനായിട്ടും എന്താണ് ഇതിനകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഇൻഫോർമേഷനും നിങ്ങൾക്ക് കിട്ടും, എന്നാൽ കുറച്ച് ചിന്തിക്കാനുള്ള വകയും എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടും. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ കൂടുതൽ ക്ലെയിം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയും എന്നാൽ നിങ്ങൾക്ക് ചിന്തിക്കാനും എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഇൻഫോർമേഷനും കിട്ടും. അത്രേ ഉള്ളൂ. നമുക്ക് വീഡിയോ തുടങ്ങാം. അതിന് മുന്നേ ഈ കാണുന്ന ഒരു കീവേഡ് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്യുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ചാനൽ പുതിയതാണ് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ മോളിൽ കാണുന്ന കീവേഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഈ സ്പോർട്ടിനെ കുറിച്ചിട്ടാണ്. ഈ സ്പോർട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ നമ്മുടെ കറണ്ട് സിനാരിയോയിൽ ഈ സ്പോർട്ട് വളരെ വലിയൊരു റോള് തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ മറ്റു പല ഗെയിംസിനെയും അല്ലെങ്കിൽ പല സ്പോർട്ടിനെയും ഇൻ ഫ്യൂച്ചർ ഈ സ്പോർട്സ് ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കുന്ന പല ഗെയിംസിനെയും ഈ സ്പോർട്ട് ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ ഈ സ്പോർട്സിന്റെ കറണ്ട് സിനാരിയോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു ഇന്റർമീഡിയറ്റ് ലെവലാണ് ഈ സ്പോർട്ട് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻ ഫ്യൂച്ചർ അതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സ്പോർട്ടായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻ ഇന്ത്യ. മറ്റു പല രാജ്യങ്ങളിലും ഈ സ്പോർട്ട് വളരെ വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ഇതിനോടകം സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും സ്പോർട്ട് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്കാണ് നിൽക്കുന്നത്. പക്ഷേ ഫ്യൂച്ചർ അതൊരു വളരെ വലിയൊരു ലെവലിലേക്ക് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പോർട്ടിനെ കുറിച്ചിട്ട് വളരെ വലിയൊരു അവയർനെസ് കിട്ടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഈ സ്പോർട്ടിനെ കുറിച്ച് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടും ഈ സ്പോർട്ടിന്റെ ഒരു ചരിത്രവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്പോർട്ടിന്റെ ചരിത്രം നമ്മൾ നോക്കി പോകുന്നതിന് മുമ്പ് എന്താണ് ഒരു ഈ സ്പോർട്ട് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യം എന്താണ് ഒരു ഈ സ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. ഈ സ്പോർട്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ സ്പോർട്സ് സൂചിപ്പിക്കുന്നത് ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഒരു വേർഡാണ്. സ്പോർട്സ് നമുക്കറിയാം, നമ്മൾ നോർമലി നമുക്ക് അറിയാവുന്ന അത്ലറ്റ് ഗെയിംസിനെയാണ് നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമ്മളൊരു സ്പോർട്ട് കളിക്കുന്നതിനെയാണ് ആക്ച്വലി ഈ സ്പോർട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്പോർട്സ് കളിക്കുന്ന ആളുകളെ നമ്മൾ കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഈ സ്പോർട്സ് അത്ലറ്റ് അല്ലെങ്കിൽ ഈ സ്പോർട്സ് പ്ലെയേഴ്സ്. ഇവർ മെയിനായിട്ടും ഈ സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഒരു ഈ സ്പോർട്സ് ഓർഗനൈസേഷൻ്റെ അണ്ടറിലായിരിക്കും. ഇവരുടെ സ്കിൽ സെറ്റും ഇവരുടെ പോപ്പുലാരിറ്റിയും വെച്ചിട്ട് മാസം ഇവർക്ക് സാലറിയും അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവർക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ആ ഓർഗനൈസേഷൻ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ സ്പോർട്സിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഐഡിയ കിട്ടി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് ഈ സ്പോർട്സിൻ്റെ ചരിത്രത്തിനെ കുറിച്ച് നോക്കാം. ദ ഹിസ്റ്ററി ഓഫ് ഈ സ്പോർട്ട്. 1958 വില്യം ഹിഗൻബോതം എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, പുള്ളീനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി മാൻഹാട്ടൻ പ്രൊജക്റ്റിൽ പോലും ഇൻവോൾവ് ആയിരുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണെന്നുള്ളതാണ്. പുള്ളി ലോകത്തിലെ ആദ്യത്തെ വീഡിയോ ഗെയിം കണ്ടെത്തി. ആ വീഡിയോ ഗെയിമിൻ്റെ പേരാണ് ടെന്നീസ് ഫോർ ടു. അതിനുശേഷം അങ്ങോട്ട് റെവല്യൂഷൻ തന്നെ ആയിരുന്നു. പുള്ളി കണ്ടെത്തിയ ആ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനലോഗ് കമ്പ്യൂട്ടറിൽ ഡിസ്പ്ലേ ആയിട്ട് ഒരു ഓസിലോസ്കോപ്പിലായിരുന്നു അന്നത്തെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം അങ്ങോട്ട് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് വന്നു. ഇൻഡസ്ട്രീസ് എല്ലാം റെവല്യൂഷണറൈസ് ആവാൻ തുടങ്ങി. വീഡിയോ ഗെയിമുകളെല്ലാം ആൾക്കാരുടെ ഒരു മെയിൻ എൻ്റർടൈൻമെൻറ്റ് സോഴ്സായി മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1972 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി കാലിഫോർണിയ ലോകത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് മത്സരം ഹോസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഈ ഇ സ്പോർട്സ് മത്സരം കളിച്ചത് 24 പേരാണ്. അന്ന് അവർ ആ ഇവൻറ്റിൽ കണ്ടക്ട് ചെയ്ത പർട്ടിക്കുലർ ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ബെറ്റർ ആയിട്ടുള്ള സ്പേസ് വാർ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് അന്ന് ആ ഒരു ഇവൻറ്റിൽ അവർ ഹോസ്റ്റ് ചെയ്തിരുന്ന ഗെയിം. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ ഒരു ഗെയിം ജയിച്ച ആൾക്കാർക്ക് അന്ന് ഒരു പ്രൈസ് പൂളായിട്ട് കൊടുത്തിരുന്നത് അന്നത്തെ എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള റോൾ സ്റ്റോൺ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ സബ്സ്ക്രിപ്ഷനാണ് എന്നുള്ളതാണ്. അതിനുശേഷം അങ്ങോട്ട് എല്ലാവരും ഈ സ്പോർട്സിനെ അംഗീകരിക്കാനും അതുപോലെ തന്നെ പല പല ഗെയിംസുകൾ കണ്ടെത്താനും അതിനകത്ത് ഗ്രൈൻഡ് ചെയ്ത് ഒരു ബെറ്റർ ഇ സ്പോർട്സ് അത്ലീറ്റ് ആവാനും ശ്രമിച്ചുകൊണ്ട് തന്നെയായിരുന്നു.
അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സിനാരിയോയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇ സ്പോർട്സ് വന്നത് ഏകദേശം ഒരു 2014 to 13 കാലഘട്ടത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അറിയായിരുന്നു എല്ലാവർക്കും ഇ സ്പോർട്സ് എന്ന് പറഞ്ഞത് ഒരു മെജോറിറ്റി ആൾക്കാർക്കും അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു മൈനോറിറ്റി പീപ്പിൾസിന് ഇന്ത്യയിൽ ഇ സ്പോർട്സിനെ കുറിച്ച് അറിയായിരുന്നു. അവർക്ക് ഒരു അത്യാവശ്യം PCസും അതുപോലെ തന്നെ ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ഇ സ്പോർട്സിനെ കുറിച്ച് അറിയായിരുന്നു. പക്ഷേ ഒരു മെജോറിറ്റി ആൾക്കാർക്കും ഇ സ്പോർട്സിനെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ലായിരുന്നു. പിന്നെയാണ് ഇ സ്പോർട്സ് ഗ്രാജുവലി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു തുടങ്ങിയത്. ഒരു 2018 ശേഷം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പം ഇ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ അക്സെപ്റ്റിംഗ് ആയിട്ട് വരുന്ന ഒരു ഗെയിം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്ട് തന്നെയാണ് ഇ സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു ബിക്കം എ ഇ സ്പോർട്ട് പ്ലെയർ. എങ്ങനെ നമുക്ക് ഒരു ഇ സ്പോർട്ട് പ്ലെയർ ആകാം എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു ഫ്രെയിം വർക്കാണ്. ജസ്റ്റ് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ഗെയിംസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. നമ്പർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഇ സ്പോർട്ട് പ്ലെയർ ആവാനായിട്ടാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇ സ്പോർട്ട് അത്ലീറ്റ് ആവാൻ നിങ്ങൾക്ക് താല്പര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഗെയിം നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾ നല്ലൊരു സ്കിൽ സെറ്റ് ഗ്രൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ചുമ്മാ ഒരു സ്കിൽ സെറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അതിനകത്തുള്ള ഗെയിംസ് കളിച്ചിട്ടല്ല നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ മാക്സിമം കോമ്പറ്റേറ്റീവ് ലെവലിൽ ടോർണമെൻറ്റ്സ് കളിച്ച് മാത്രം നിങ്ങൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഗ്രൈൻഡ് ചെയ്യുക. അതാണ് എൻ്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കളിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഗെയിമിനകത്ത് കറൻ്റ്ലി നിൽക്കുന്ന ഇ സ്പോർട്ട് പ്ലെയറിൻ്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്തതിന് ശേഷം അവരുടെ വീഡിയോസും അതുപോലെ തന്നെ അവരുടെ മൂവ്മെൻറ്റും അതുപോലെ തന്നെ അവർ ഒരു മാച്ച് ജയിക്കാനായിട്ട് എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെന്ന് കൺസ്യൂം ചെയ്തിട്ട് അത് നമ്മൾ നിങ്ങളുടെ സ്റ്റൈലിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. അത് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് ലെവലിലേക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ പർട്ടിക്കുലർ ഗെയിം ശൈലിയിൽ അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മാച്ച് വിജയിപ്പിക്കാനായിട്ട് നോക്കുക. അങ്ങനെ നോക്കുന്ന ടൈമിൽ നിങ്ങളുടെ സ്കില്ലും ആ ഒരു പ്ലെയറിൻ്റെ മൂവ്മെൻറ്റും കൂടെ ആകുന്ന ടൈമിൽ ഒരു ബെറ്റർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് എൻ്റെ രണ്ടാമത്തെ പോയിന്റ്. എൻ്റെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ലോക്കൽ ടോർണമെൻറ്റ്സും മാക്സിമം നിങ്ങൾ കളിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മാച്ചസുകൾ, അത് ചിലപ്പോൾ ഒരു ഒരു ക്വാളിഫയേഴ്സ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാച്ച് ആവാം. ഏതൊരു മാച്ചാണെങ്കിലും അത് മാക്സിമം നിങ്ങൾ കളിക്കുക. അതിപ്പോൾ ഈവൻ ഒരു പ്രാക്ടീസ് സെക്ഷൻ മാച്ച് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് ആണെങ്കിൽ പോലും നിങ്ങൾ മാക്സിമം അത് കളിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ്. ഈ ഒരു 3 സ്റ്റെപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഇ സ്പോർട്സ് പ്ലെയർ ആയി മാറാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ മെയിനായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബെസ്റ്റ് സ്കിൽ സെറ്റുള്ളൊരു പ്ലെയർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഓർഗനൈസേഷൻ്റെ ട്രൈ ഔട്ട്സ് വരുന്ന ടൈമിൽ നിങ്ങൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അവരുടെ ക്രൈറ്റീരിയാസ് നോക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പോപ്പുലാരിറ്റിയും നിങ്ങളുടെ സ്കിൽ സെറ്റും നിങ്ങളുടെ അച്ചീവ്മെൻറ്റും നോക്കിയതിന് ശേഷം അവർക്ക് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അവരുടെ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ നിങ്ങൾ എടുക്കുന്നതായിരിക്കും. അതിൻ്റെ ട്രൈ ഔട്ട്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. മാക്സിമം മെയിനായിട്ടുള്ള ഇ സ്പോർട്സ് ഓർഗനൈസേഷൻ്റെ ഹാൻഡിൽസ് എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. നിങ്ങളൊരു ബെസ്റ്റ് സ്കിൽ സെറ്റുള്ളൊരു പ്ലെയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ ടീമിൽ എടുക്കുകയും നല്ലൊരു സാലറി, മന്ത്ലി നല്ലൊരു സാലറി കിട്ടി നിങ്ങൾ ആ ഒരു ഇ സ്പോർട്സിൻ്റെ അണ്ടറിൽ നിങ്ങൾ കളിക്കുകയും ചെയ്യും. മെയിനായിട്ടും നിങ്ങളുടെ ഗ്രൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഏതൊരു ടീമിലും നിങ്ങൾക്ക് കയറാനും അവിടെ നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ഒരു പ്ലേയിങ് സ്റ്റൈല് നിങ്ങൾക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ അതിനകത്ത് ഇപ്പോഴും ലൈവ് സ്ട്രീം ചെയ്ത് സമയം കളയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ നേരെ കാണുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോ. അതിനകത്ത് ലൈവ് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് ദോഷങ്ങളെക്കുറിച്ചിട്ടും എൻ്റെ ചില ഫൈൻഡിങ്സും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നേരെ കാണുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തോ.